പെൺകുട്ടികളെ, നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞോ? അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം കേട്ടോ. വേറൊന്നുമല്ല, ഒരു പെൺകുട്ടി ബസ് കാത്ത ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പം ഒരു അന്യസംസ്ഥാന തൊഴിലാളി, അയാളിങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കി നടക്കുന്നതാണ്. അയാൾ ഈ കുട്ടിയെ ആക്രമിക്കുകയാണ് റോഡിൽ വെച്ചിട്ട്. ഒരുപക്ഷെ ആ അടുത്തൊന്നും പെട്ടെന്ന് ആരും ഉണ്ടാവില്ലായിരിക്കും അയാൾ. അതുകൊണ്ടാണല്ലോ ഈ ധൈര്യമായിട്ട് ഇയാൾ അങ്ങനെ പെരുമാറിയത്. പക്ഷേ പെൺകുട്ടി നല്ല രീതിയിൽ പ്രതികരിച്ചു. നല്ല രീതിയിൽ അയാളോട് അയാളെ നമ്മൾ എന്താ പറയുക, ഒതുക്കുക എന്നൊക്കെ പറയുന്ന പോലെ കീഴ്പ്പെടുത്തി അയാളെ. നല്ല രീതിയിൽ തല്ലുപിടിയൊക്കെ കൊടുത്ത് കാണുമായിരിക്കുമല്ലോ. നല്ല രീതിയിൽ അവർ ഉപദ്രവിച്ചിട്ടുണ്ടാവാം. എന്തായാലും ആ പെൺകുട്ടി അയാളെ കീഴടക്കി. അതിനുശേഷം ഈ ബഹളമൊക്കെ കേട്ടിട്ട് ഒരുപാട് ആളുകൾ കൂടി അങ്ങനെ പോലീസ് വന്നു അയാളെ കൊണ്ടുപോയി. അല്ലേ, നമുക്കൊക്കെ ഇത് ഒരു പാഠമായിരിക്കണം, എല്ലാ സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും. കാരണം നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് നമ്മുടെ കയ്യിലൊരു ബുക്കാണേലും ബാഗാണേലും ചെരുപ്പാണെങ്കിൽ പോലും അത് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ചെറുത്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മളെ അനാവശ്യമായി നമ്മുടെ ദേഹത്ത് ഒരാൾ സ്പർശിച്ചാൽ അതെങ്ങനെ അതിനെ നേരിടണം എന്ന് നമ്മളെപ്പോഴും മനസ്സിൽ കരുതിയിരിക്കണം. ഒരു പ്ലാൻ എപ്പോഴും വേണം. സ്ത്രീകളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ചാൽ എപ്പോഴും ഇപ്പം വീട്ടിൽ ആരായാലും പറഞ്ഞു കൊടുക്കണം, നീ ദിവസവും പോകും, നീ എന്തായാലും ചെരുപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഷൂസ് ഉപയോഗിച്ചാണ് പോകുന്നത്. കയ്യിൽ ബാഗോ കുടയോ പുസ്തകങ്ങളോ എന്തെങ്കിലുമൊക്കെ നിൻ്റെ കയ്യിൽ കാണും അല്ലേ, അതുപയോഗിക്കണം. അതുപയോഗിക്കണം. നിൻ്റെ നേർക്ക് ആരെങ്കിലും മോശമായ രീതിയിൽ പെരുമാറി വന്നാൽ നീ പ്രതികരിക്കണം. ഇപ്പോൾ ഒന്നിനും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഓടുകയെങ്കിലും വേണം, അല്ലെങ്കിൽ വിളിച്ചു പോകണം. അതെല്ലാം നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടതാണ്. അല്ലാതെ പേടിച്ച് നിന്നിട്ട് ഒന്നും നേടാൻ പറ്റില്ല. അയാൾ ആക്രമിച്ചു, ഇവൾ ചെറുത്തു നിന്നു, അയാളെ കീഴ്പ്പെടുത്തിയിട്ട് ആളുകൾ ഈ ബഹളം കേട്ടുണ്ട്, ആളുകൾ കൂടി പോലീസിൽ ഏൽപ്പിച്ചു. അല്ലേ, ഇതേപോലെ തന്നെ എല്ലാവരും പെരുമാറും എന്ന് ഓരോ ഇത്തരത്തിലുള്ള മനുഷ്യരും വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാരും വന്ന് ഒരു സ്ത്രീയോടോ ഒരു കുട്ടിയോടോ മോശമായി പെരുമാറുകയില്ല. ഇപ്പം എൻ്റെ കുഞ്ഞ് ഇപ്പം പൊതുവെ ആരുടെ അടുത്ത് പോവില്ല, പരിചയമില്ലാത്ത ആരുടെ അടുത്തും അവൾ പോവില്ല. വേണ്ട എന്ന് പറഞ്ഞാൽ അവൾ കരഞ്ഞ് ബഹളം ഉണ്ടാകുക. അപ്പോൾ എനിക്ക് ആദ്യമേ ഒരു വിഷമം തോന്നി. കാരണം നേരത്തെ അവൾ അങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ അവളുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പം ഞാനിന്നിങ്ങനെ ആലോചിച്ചു, അതെന്താ? പിന്നെ ഞാൻ ഓർത്ത് ശരിയാണ്, അത് മതി, അത് നല്ലതാണ്. കാരണം ഈ പ്രായം എന്ന് പറയുന്നത് അവൾ ഓടി നടക്കുന്ന സമയമാണ്. അപ്പോൾ ചിലപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും ആരെങ്കിലും വന്ന് ഇവളെ എടുക്കാനോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അറിയത്തില്ല, ചെയ്യുമ്പോഴത്തേക്കും ഇവൾ കരഞ്ഞ് ബഹളം വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളത് കേൾക്കും ഇല്ലേ. അപ്പോൾ അവൾക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് അവൾ പോകണ്ട, നമ്മളതിനെ നിർബന്ധിക്കേണ്ട. അവൾ സ്വയം മനസ്സിലാക്കി അവളുടെ പ്രായത്തിനനുസരിച്ച് അവൾ ചിന്തിക്കട്ടെ എന്ന് ഞാനിന്നങ്ങനെ കരുതി. ആദ്യമൊക്കെ അത് പെൺകുട്ടികളാണെങ്കിൽ പോലും, നമ്മളിപ്പോൾ ഇവിടെ വന്ന സ്ഥിരം ഇവളുടെ ഒപ്പം നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവൾ എൻ്റെ അടുത്ത് ടാറ്റ എന്നിട്ട് പോകും. ഞാനും അങ്ങോട്ട് പൊക്കോ, ഞാൻ പുറകെ വന്നോളാം എന്ന് പറയും. എന്നിട്ട് പുറകെ ഞാൻ ബോളുമൊക്കെ ഇട്ട് പോകും. അവൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളുടെ അത്ര കുട്ടികളുടെ ഒപ്പം 1-2 കുട്ടികൾ കൂടി പുതിയത് വന്നു. പക്ഷേ അവർ വന്നിട്ട് 2-3 ദിവസമായെങ്കിൽ ഇതുവരെയും അങ്ങനെ എല്ലാവരോടും കുഞ്ഞ് അടുത്തിട്ടില്ല. എടുക്കാനൊന്നും അവൾ സമ്മതിക്കത്തൊന്നുമില്ല, ബഹളം വെച്ച് കളയും. പതുക്കെ ഇങ്ങനെ ഒരടുപ്പം കാണിച്ച് വരുന്നതേ ഉള്ളൂ. ഇന്ന് ഒരാളെടുത്തപ്പം പോയി, അങ്ങനെ പോയി. ഒരാളുടെ അടുത്തൊന്നും നടക്കത്തൊന്നുമില്ല. എന്തൊക്കെ രീതിയിൽ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല കുട്ടികളെ കയ്യിലെടുക്കുന്നതിന് രീതിയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവരങ്ങനെയൊക്കെ ചെയ്തിട്ടും മോളുടെ രീതിയിൽ അങ്ങനെ പെട്ടെന്നൊരു മാറ്റം അവൾ വരുത്തുന്നില്ല. ഞാനത് ഓർത്ത് നന്നായി. കാരണം അതൊക്കെ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. കാരണം കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും ഓരോ ചിന്ത വരുന്നുണ്ടെങ്കിൽ അവരുടെ അത് പ്രായത്തിനത് ആവശ്യമായതുകൊണ്ടാണ് അല്ലേ. നമ്മൾ ഈ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി കെയർ കുറേ, കാരണം അവർ തന്നെത്താൻ നടക്കും, ഇരിക്കും, കയറി വരും, സംസാരിക്കാനൊക്കെ ഉള്ളൊരു തുടങ്ങി. അപ്പോൾ നേരത്തെ അത്രയും ശ്രദ്ധയല്ല എപ്പോഴും കൊടുക്കേണ്ട കാര്യമില്ല.
അല്ലേ? നേരത്തെ ആകുമ്പം നടക്കാത്തൊക്കെ പ്രായമാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴായാലും നടത്താനൊക്കെ അവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ ഒരു ടെൻഷൻ വരും. ഇപ്പോൾ ആ ടെൻഷനൊക്കെ ഇത്തിരി കുറഞ്ഞു വരുന്ന സമയമാണ്. എന്താണ്, തനിയെ എണീക്കും, നടക്കും, ഇല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിൽപ്പുണ്ടെന്നറിയാം, നമ്മുടെ അടുത്ത് വന്ന് പറയും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു മാറ്റം. പക്ഷേ മറ്റുള്ളവരോട്, പുറത്തു നിന്നുള്ള ആൾക്കാരോട് അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ സമയം അല്ലിത്, അല്ലേ? അവളിനി സ്വന്തമായിട്ട് അവളുടെ മനസ്സിന് തോന്നട്ടെ, ആ സമയത്ത് മതി, അല്ലേ? അവൾ കരയുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അറിയാൻ വയ്യാത്തവർ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരോട് പോകണ്ട. അവൾ തനിയെ മനസ്സുകൊണ്ട് മാറുമ്പോൾ മാറട്ടെ എന്ന് ഞാനും കരുതുകയാണ്. അപ്പം അങ്ങനെയൊക്കെ കുട്ടികൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ കുട്ടികൾ നിർബന്ധിക്കേണ്ട. അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്യട്ടെ. കാരണം നമ്മൾ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അവർ ഉൾക്കൊള്ളുകയില്ല. അവരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു പ്രായത്തിൽ കരയുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് ആരെങ്കിലും എടുത്താൽ അറിയാൻ പറ്റുമല്ലോ, അല്ലേ? ശരിയല്ലേ? പെൺകുട്ടികളെ, നിങ്ങളെല്ലാവരും ഏത് നിമിഷവും കരുതിയിരിക്കുക. നമ്മുടെ ആവശ്യമില്ലാതെ ആരെങ്കിലും നമ്മളുടെ നേർക്ക് വന്നാൽ ഞാൻ പ്രതികരിക്കും എന്ന് മനസ്സിലെപ്പോഴും ഇങ്ങനെ പറഞ്ഞത് തറമാക്കി വെക്കുക. പേടിക്കണ്ട. നിങ്ങളുടെ ദേഹത്ത് തൊട്ടിട്ട് ആർക്കും ഒരു കാര്യം നേടണ്ട. പിന്നെ അങ്ങനെ നമ്മൾ പ്രതികരിച്ചെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. നിയമത്തിൻ്റെ പരിരക്ഷ എപ്പോഴും സ്ത്രീക്കൊപ്പം ഉണ്ടാവും. ഇങ്ങോട്ട് വന്നിട്ടല്ലേ അങ്ങോട്ട് ചെയ്തത് എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട്. ഓക്കെ.